ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 9 തിരുവചനം ഇപ്രകാരം പറയുന്നു: യേശുവിൻ്റെ മുൻപിലും പിൻപിലും നടന്നിരുന്ന ജനം ആർത്തു വിളിച്ചു, ദാവീദിൻ്റെ പുത്രന് ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഓസാന. ഓശാന ഞായറിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും നേർന്നുകൊണ്ട് നേഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹീത ദിനത്തിൽ നമുക്ക് സന്ദേശം നൽകുവാനായി നമ്മോടൊപ്പമുള്ളത് UAE നേഴ്സസ് മിനിസ്ട്രിയുടെ സ്പിരിച്വൽ ഡയറക്ടറായിട്ടുള്ള ബഹുമാനപ്പെട്ട ജോയി മേനച്ചേരി അച്ഛനാണ്. അച്ഛനിലൂടെ ഓശാന ഞായറിനെ പറ്റി കൂടുതൽ അറിയുവാനായി നമുക്ക് ശ്രമിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ നേഴ്സുമാരെ, നമ്മൾ ഓശാന ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എവിടെ വരെയായി ഓശാനയുടെ ഒരുക്കങ്ങളൊക്കെ? ഓശാനയുടെ ഒരുക്കങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെ നടക്കുന്ന അച്ഛ, ഹൊസാന എന്ന വാക്കിന്റെ അർത്ഥം ഒന്ന് വിശദീകരിച്ചു തരാമോ? നമ്മൾ വേദപാഠ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓശാന എന്ന വാക്കിന് അർത്ഥം കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. ഗോഡ് സേവ് അസ്. ആ ഒരു വാക്ക് വരുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീക്ക് ട്രാൻസ്ലേഷനാണ് നമ്മൾ ഓശാന, മലയാളത്തിൽ ഓശാന എന്ന് പറയുന്നത്. അതിൻ്റെ ഹീബ്രു ട്രാൻസ്ലേഷനുണ്ട്, മൂലരൂപത്തിൻ്റെ വാക്ക് ഹോഷിയാന എന്നാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ അത് ഹോസാന എന്നാവും. അപ്പോൾ മലയാളത്തിൽ ഓശാന എന്ന് പറഞ്ഞാലും ഇംഗ്ലീഷിൽ ഹോസാന എന്ന് പറഞ്ഞാലും ഒരൊറ്റ വാക്കാണ്. അതിനർത്ഥം ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. അപ്പോൾ ഓശാന അത്, പക്ഷെ നമ്മളിപ്പോൾ പള്ളിയിൽ കുരുത്തോലൊക്കെ ഉയർത്തി ഓശാന ഇങ്ങനെ പറയുമ്പോൾ ഒരു രക്ഷിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനാ രീതിയിലല്ല നമ്മൾ പറയാം. നമ്മൾ പറയുന്നത് ഒരു വരവേൽപ്പ് പോലെയാണ്, ഒരു വലിയൊരു ആവേശത്തോടെ. ഇപ്പോൾ കൊടികളൊക്കെ ഉയർത്തി ജയ് വിളിക്കണ പോലെ, മുദ്രാവാക്യം വിളിക്കണ പോലെയൊക്കെ ആ ഒരു സ്റ്റൈലിലാണ് ശരിക്കും ഓശാന. അത് ശരിക്കും അതായിരുന്നു ജെറുസലം നിവാസികൾ ഈശോയെ വരവേറ്റപ്പോഴും ഉണ്ടായിരുന്നത്. ഒരു വരവേൽപ്പ് മന്ത്രമായിരുന്നു അത്, ഒരു വരവേൽപ്പ് മന്ത്രം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓശാന ഒരു വരവേൽപ്പ് മന്ത്രമാണ്, അതോടൊപ്പം ഒരു പ്രാർത്ഥനാ മന്ത്രം കൂടിയാണ്, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. ഓക്കെ, അർത്ഥം മനസ്സിലായെന്ന് ചോദിക്കണം. മനസ്സിലായ അച്ഛാ. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഹൊസാന എന്ന വാക്ക് നമ്മൾ വിശുദ്ധ കുർബാനയിൽ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ പ്രാധാന്യവും കൂടെ ഒന്ന് പറഞ്ഞു തരാമോ? നമ്മുടെ മലയാളികളുടെ ഒരു സാഹചര്യത്തിൽ 3 റീത്തുകളിലുള്ള കുർബാനകളുണ്ടല്ലോ. ഇപ്പം ലത്തീൻ ആരാധനക്രമം, സീറോ മലബാർ, സീറോ മലങ്കര. ഈ ഒരു 3 ആരാധനക്രമം എടുത്താലും വിശുദ്ധ കുർബാനയുടെ മധ്യേ ഓശാന പ്രാർത്ഥനയായിട്ടുമുണ്ട്, ഓശാന പാട്ട് ആലാപനമുണ്ട്. ഇത് രണ്ടും ഈ ഒരു അർത്ഥം കർത്താവ് ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളതാണെങ്കിലും ആ ഓശാന പാട്ടുകളൊക്കെ അതൊക്കെ കമ്പോസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ പാട്ടൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കറിയാം അത് നല്ലൊരു ആവേശത്തിലാണ്, നല്ലൊരു ആവേശമുണ്ട്. അപ്പോൾ ശരിക്കും ആ പാട്ടുകൾ പാടുമ്പോൾ അല്ലെങ്കിൽ ഓശാന എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് ഈ ആ ഒലിവില കമ്പ് പിടിച്ച് ഈശോയെ വരവേറ്റ ആ ഒരു ഇസ്രായേൽ ആ ഒരു മനോഭാവത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം അത് ഈശോയെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നതാണ്. ഓശാന എന്ന പദത്തിന് അർത്ഥം പറഞ്ഞതുപോലെ തന്നെ മിശിഹായെ രക്ഷിക്കണമേ. അപ്പോൾ യേശു ക്രിസ്തുവാണെന്നും യേശു മിശിഹായാണെന്നും ഈശോ രക്ഷകനാണെന്നും പറയുന്ന ഒരു മന്ത്രമാണ്, ഒരു പ്രാർത്ഥനാവാക്കായിട്ട് ഓശാന നമുക്ക് കാണാം. പക്ഷേ വിശുദ്ധ കുർബാന മധ്യേ എപ്പോഴാണ് ഈ ഒരു ഓശാന ഗീതം നമ്മൾ ആലപിക്കുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നുള്ള പ്രാർത്ഥനയിലൂടെ ഓശാന പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നത്? വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ പറഞ്ഞാലും ഇപ്പോൾ കുർബാനയ്ക്ക് ഒരു ആമുഖ ശുശ്രൂഷയുണ്ട്, വചന ശുശ്രൂഷയുണ്ട്, കാഴ്ച സമർപ്പണ ശുശ്രൂഷയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഓശാന ഗീതി ആലപിക്കുക, അല്ലെങ്കിൽ ഓശാന പ്രാർത്ഥന നമ്മൾ ചൊല്ലുക. അതിന് ശേഷം നടക്കുന്ന എന്താണ്? അത് വിശുദ്ധ കുർബാനയുടെ കുദാശ വചനങ്ങളാണ്, സ്ഥാപക വചനങ്ങൾ നമ്മൾ പറയും. അതായത് വൈദികൻ ഓസ്തിയെടുത്ത്, തിരുവോസ്തിയെടുത്ത് ഉയർത്തി ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയുന്ന ശുശ്രൂഷ.
കാസയെടുത്ത് ഉയർത്തി കാസയിലെ വീഞ്ഞെടുത്ത് ഉയർത്തി ഇതിൻ്റെ രക്തമാകുന്നു എന്ന് പറയുന്ന വിശുദ്ധ കുർബാനയിലെ സ്ഥാപക വചനം. ആ സ്ഥാപക വചനത്തിൽ സംഭവിക്കുന്ന എന്താണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതായത് ഈ ബ്രെഡ് ആൻഡ് വൈൻ അല്ലെങ്കിൽ ഈ അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീര രക്തമായിട്ട് മാറി ഈശോ എന്ന വ്യക്തിയായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ കുർബാനയിൽ നമ്മൾ ഈശോയെ രക്ഷകനായി സ്വീകരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ബലിവേദിയിലേക്ക് രക്ഷകന് സ്വാഗതം. ഞങ്ങളുടെ ഈ ആലയത്തിലേക്ക്, നമ്മളിപ്പോൾ ഒരു ദേവാലയത്തിലാണ്, പിന്നിൽ നമ്മൾ ആൾത്താര കാണുന്നു, സക്രാരി കാണുന്നു, ഈ ഒരു ദേവാലയത്തിലേക്ക് രക്ഷകന് സ്വാഗതം. അപ്പോൾ ഈശോയെ നമ്മൾ നമ്മുടെ ഈ ഒരു ബലിവേദിയിലേക്ക് സ്വീകരിക്കുന്നു, വരവേൽക്കുന്നു. ആ വാക്കാണ് കൃത്യം പറയേണ്ടത്. വരവേൽക്കുന്നു, നമ്മുടെ ഈ ദേവാലയത്തിലേക്ക് വരവേൽക്കുന്നു, നമ്മുടെ ജീവിതത്തിലേക്ക് വരവേൽക്കുന്നു. അങ്ങനെ ഈശോയെ രക്ഷകനും നാഥനുമായി നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തിലേക്കും ഞങ്ങൾ വരവേൽക്കുന്നു എന്ന് ഒരു സമൂഹമായിട്ട് നമ്മൾ നല്ല ആവേശത്തോടെ ഏറ്റുപാടുകയാണ്. കർത്താവെ, നീ തന്നെയാണ് രക്ഷകൻ, ഈശോയെ നീ തന്നെയാണ് ഞങ്ങളുടെ മിശിഹ, നീ ഞങ്ങളുടെ ബലിവേദിയിലേക്കും ഞങ്ങളുടെ ദേവാലയത്തിലേക്കും ഞങ്ങളുടെ ശരീരമാകുന്ന ദേവാലയത്തിലേക്കും ഞങ്ങളുടെ കുടുംബമാകുന്ന ദേവാലയത്തിലേക്കും വന്നാലും എന്ന് സ്നേഹത്തോടെ ആവേശത്തോടെ ഈശോയെ സ്വീകരിക്കുന്നതാണ് ഈ ഒരു കുർബാന മധ്യയുള്ള ഓശാന ആലാപനം. ശരിക്കും നമ്മൾ കുർബാനയിൽ നമുക്ക് നല്ല ഭക്തിയും നമ്മൾ ഭയങ്കര എന്താ പറയുക സ്നേഹത്തോടെയൊക്കെ നമ്മൾ പങ്കുചേരും. പക്ഷേ ഈ കുർബാനയുടെ ഇടയിലുള്ള ഈ ഓശാന പാടുമ്പോൾ ഏത് വിധത്തിലുള്ളൊരു വികാര മനോഭാവമാണ് നമുക്ക് വേണ്ടതെന്ന് പലരും അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ച ഈ ചോദ്യം ഉണ്ടല്ലോ, അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. നമ്മൾ ഈ ഓശാന തിരുനാൾ ഈ നമുക്കറിയാം വലിയാഴ്ചയുടെ ഒരുക്കമായിട്ട് വരുന്ന ഒരു ദിവസമാണെങ്കിലും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ, എല്ലാ ദിവസവും എന്ന് പറയാൻ പാടില്ല, എല്ലാ വിശുദ്ധ കുർബാനയിലും, അത് ഏത് രീതിയിലാണെങ്കിലും, സീറോ മലബാറോ മലങ്കരയോ ലാറ്റിനോ ഏത് രീതിയിലാണെങ്കിലും എല്ലാ വിശുദ്ധ കുർബാനയിലും നമ്മൾ ഈ ഓശാന എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് വേണ്ട ഒരു വികാരവും ഒരു മനോഭാവവും എത്ര ശ്രേഷ്ഠമായിരിക്കണമെന്ന് ശരിക്കും ഈ ചോദ്യത്തിൽ നിന്നും അതിൻ്റെ എക്സ്പ്ലനേഷനിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. താങ്ക് യു അച്ഛാ. അച്ഛാ, ഈശോയുടെ പീഡാനുഭവത്തിന് മുൻപ് ഈശോ ജെറുസലേമിലൂടെ നടത്തിയ രാജകീയ പ്രവേശനത്തിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ? നമ്മൾ നോമ്പുകാലത്തിലാണല്ലോ. നോമ്പുകാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ പീഡാനുഭവ വാരം, പീഡാനുഭവ ആഴ്ച എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് ഈ ഈശോയുടെ രാജകീയ പ്രവേശനം. അതായത് ഈശോയുടെ ഈ ഓശാന യാത്ര അല്ലേ. അതായത് നമ്മുടെ ഈ നോമ്പുകാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് വലിയ ആഴ്ച എന്ന് പറയുന്നത്, വിശുദ്ധവാരം. അപ്പോൾ വിശുദ്ധവാരത്തിൻ്റെ ഒരു തുടക്കമാണ് ഓശാന ഞായറിൽ സംഭവിച്ചത്. അത് ഈശോയുടെ മിശിഹ എന്ന വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രകാശനമാണ്. അത് നമ്മൾ പറയും മെസയാനിക് ക്ലെയിം എന്ന് നമ്മൾ പറയും. അതായത് ഈശോ മിശിഹായാണെന്ന് ഈശോയുടെ വ്യക്തിത്വം അത് വിളംബരം ചെയ്യുന്നതാണ്. നമ്മളത് നേരെ കൊണ്ടെത്തിക്കുന്നത് പഴയ നിയമത്തിലെ സക്രിയ പ്രവാചകൻ്റെ പുസ്തകമാണ്, 9-ാം അധ്യായം 9-ാം തിരുവചനം. അതിനകത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ജെറുസലേം പുത്രി ആനന്ദിക്കുവിൻ, ആർപ്പ് വിളിക്കുവിൻ, വരാനിരിക്കുന്ന രാജാവ് എന്നാണ്. നിങ്ങൾ ആ സക്രിയ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട്, ഈ ഒരു വചനത്തിൻ്റെ തലക്കെട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, വരാനിരിക്കുന്ന രാജാവ്. അപ്പോൾ പഴയ നിയമത്തിൽ വരാനിരിക്കുന്ന രാജാവ് മിശിഹായെക്കുറിച്ചാണല്ലോ. അപ്പോൾ മിശിഹായെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ സിയോൻ പുത്രി ആനന്ദിച്ച് ആർപ്പ് വിളിക്കുവിൻ, നിന്റെ രാജാവ് ഇതാ വിനയാന്വിതനായി കഴുതയുടെ എന്ന് പറഞ്ഞൊരു കോമയുണ്ട്, കഴുതയുടെ കോമ കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു. അപ്പോൾ തന്നെക്കുറിച്ചുള്ള ഈ പ്രവചനം പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈശോ തന്നെ വിളംബരം ചെയ്യാണ്, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന മിശിഹ അത് ഈ ഞാനാണ്. അപ്പോൾ ജനങ്ങളെല്ലാം ആർപ്പ് വിളിക്കുന്നു, മിശിഹായെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഓശാന ആർപ്പ് വിളിക്കുന്നു. അപ്പോൾ ഈശോ ആ വീഥിയിലൂടെ യാത്ര ആരംഭിക്കുകയാണ്. പക്ഷേ ഈശോ തിരഞ്ഞെടുത്ത മാർഗം ഒരു കുതിരമാർഗമല്ല, മറിച്ചൊരു കഴുതമാർഗമാണ്. കഴുത, നമ്മളാണ് ഈ കഴുതേനെ ഇങ്ങനെ താത്തിക്കെട്ടി പറയണത്. നമ്മുടെ ബോബിച്ചൻ്റെ ഒരു ധ്യാനത്തിൽ ഞാൻ കേട്ടതാണ്. അദ്ദേഹം പറയാണ്, കുട്ടികൾ പഠിക്കാത്തതിന് പഴി കേൾക്കുന്ന മൃഗത്തിൻ്റെ പേരാണ് കഴുത. കുട്ടികൾ പഠിക്കാത്തതിന്, അല്ലെങ്കിൽ കഴുത സ്കൂളിൽ പോയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ കഴുത എന്നൊക്കെ നമ്മൾ പറയാം. അപ്പോൾ കഴുതേനെ നമ്മളങ്ങനെ അങ്ങോട്ട് താഴ്ത്താണ്, ഇകഴ്ത്താണ്.
ശരിക്കും പറഞ്ഞാൽ കഴുത അങ്ങനെ ഇകഴ്ത്തപ്പെടേണ്ട ഒരു മൃഗമൊന്നുമല്ല. സമാധാന രാജാവ്, സമാധാന ദൂതുമായിട്ട് വരുന്ന രാജാവ് എഴുന്നള്ളുന്നത് കുതിരപ്പുറത്തല്ല, കഴുതപ്പുറത്താണ്. യുദ്ധസന്നാഹവുമായിട്ട് വരുന്ന രാജാവ് എഴുന്നള്ളുന്നത് കഴുതപ്പുറത്തല്ല, കുതിരപ്പുറത്താണ്. അതാണ് വ്യത്യാസം. അപ്പോൾ ഈശോ കുതിരയല്ല തിരഞ്ഞെടുത്തത്. കാരണം ഈശോയുടെ മിശിഹാത്വം എന്ന് പറയുന്നത് ഒരു യുദ്ധ നൈപുണ്യതയിലൂടെ അല്ലെങ്കിൽ ഒരു യുദ്ധരാജാവായിട്ട് പ്രഘോഷിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല, മറിച്ച് സമാധാന രാജാവാണ്. അതുകൊണ്ട് സഖറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന ആ കാര്യം വളരെ വ്യക്തമായിട്ട് യേശുവിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. അപ്പോൾ കഴുതയെ തിരഞ്ഞെടുക്കുന്നു. കഴുതപ്പുറത്ത്, ആരും കയറിയിട്ടില്ലാത്ത കഴുതപ്പുറത്ത്, അതാണ് മിശിഹായുടെ ലക്ഷണം. ആരും കയറിയിട്ടില്ലാത്ത കഴുതപ്പുറത്ത് മിശിഹ എഴുന്നള്ളുന്നു. അങ്ങനെ ഈ എഴുന്നള്ളത്ത് നേരെ എവിടേക്കാണ്? ജെറുസലേം ദേവാലയത്തിലേക്കാണ്. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഈശോ ഈ ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ച കവാടം, 12 കവാടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ കവാടങ്ങൾ പലതും അടച്ച് സീൽ ചെയ്തിരിക്കുകയാണ്. ഈ 12 കവാടങ്ങളിൽ ഗോൾഡൻ ഗേറ്റ് അല്ലെങ്കിൽ ഈസ്റ്റേൺ ഗേറ്റ് അല്ലെങ്കിൽ കരുണയുടെ വാതിൽ, അതിലൂടെയാണ് ഈശോ പ്രവേശിച്ചത്. കാരണം ആ ഈസ്റ്റേൺ ഗേറ്റിലൂടെയാണ്, ഗോൾഡൻ വാതിലിലൂടെയാണ് മിശിഹ തൻ്റെ എൻട്രി, തൻ്റെ പ്രവേശനം നടത്തുക എന്നുള്ളതാണ് പ്രവാചക സംസ്കാരം, ഒരു മുന്നറിയിപ്പ്. അപ്പോൾ ക്രിസ്തുവിൽ മിശിഹാത്വം അത് വ്യക്തമായിട്ട് വിളംബരം ചെയ്യപ്പെടുന്നു, പൂർത്തീകരിക്കപ്പെടുന്നു. അപ്പോൾ എന്നിട്ട് ഈശോ ഈ ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിക്കുന്നു, ബലിയാകാനാണ്. അപ്പോൾ കുതിരപ്പുറത്ത് യുദ്ധസന്നാഹത്തോടുകൂടി വരുന്ന മിശിഹായെ പ്രതീക്ഷിച്ചിരുന്ന യഹൂദർക്ക് ഈശോയുടെ ഈ സമാധാന ദൂതും ഈശോയുടെ ഈ ഒരു സമർപ്പണ ഒരു സാക്രിഫിഷ്യൽ സമർപ്പണ ബലിയും അവർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല, ശിഷ്യന്മാർക്ക് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലായത് എപ്പോഴാണ്? ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷമാണ്. അത് നമുക്കെങ്ങനെ മനസ്സിലായി? നമുക്ക് മനസ്സിലായത് യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 12-ാം അധ്യായത്തിൽ ഈശോയുടെ രാജകീയ പ്രവേശനത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ അപാലവൃന്ദം ജനങ്ങളും കൂടുന്ന ഒരു ആഘോഷമാണ് ഈ യഹൂദരുടെ പെസഹ. 3 ആഘോഷങ്ങൾ അവർക്കുള്ളത്. പെസഹ ആഘോഷം ഉണ്ട്, പെന്തക്കുസ്ത ആഘോഷമുണ്ട്, കൂടാരത്തിരുന്നാളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്നത് ഈ പെസഹ ആഘോഷത്തിനാണ്. ശരിക്കും അതിലൊരു ചരിത്രം പറയുന്നത്, ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് 2.5 ലക്ഷത്തോളം മൃഗങ്ങളെ ബലിയായിട്ട് നൽകും. 2.5 ലക്ഷത്തോളം മൃഗങ്ങൾ തന്നെയാണ്, ആടുകളുടെ എണ്ണമാണ്, ആളുകളുടെ അല്ല, ആടുകളുടെ എണ്ണമാണ് ഈ 2.5 ലക്ഷം. അപ്പോൾ ജനങ്ങൾ എന്തുമാത്രം ഉണ്ടാവും? കണ്ടമാനം ജനങ്ങൾ കൂടുന്നതാണ്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിലുള്ള ഒരു പരാമർശം എങ്ങനെയാണ്? ഈ ജനങ്ങളൊക്കെ ഈശോയെ വരവേൽക്കാൻ വന്നതിൻ്റെ മുഖ്യമായ കാരണം ഒരു അത്ഭുതമാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ലാസറിൻ്റെ ഉയർപ്പാണ്. അപ്പോൾ ലാസറിനെ ഉയർപ്പിച്ച ഈ ഒരു ആളെ കാണാൻ വേണ്ടി, ആള് മിശിഹായാണ്, ഉയർപ്പിക്കപ്പെട്ട ലാസറിനെയും കാണാൻ വേണ്ടി ആളുകൾ കണ്ടമാനം കൂടുന്നു. ഇന്നത്തെ കാലത്തുള്ള സോഷ്യൽ മീഡിയ ഒന്നും അന്നില്ലല്ലോ, കാതോട് കാതോരം ഈ വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുകയാണ്. അങ്ങനെ ഇത്രപ്പെടുത്ത ജനങ്ങൾ വരുമ്പോൾ ആ ജനങ്ങളോട് ഈശോയ്ക്ക് തൻ്റെ മിശിഹാത്വം പറയാൻ വാക്കുകളെ കൊണ്ട് എന്ത് പറഞ്ഞാലും അങ്ങോട്ട് എത്തില്ല. അപ്പോൾ അതിന് കണ്ടെത്തിയ ഏറ്റവും നല്ല മാർഗമാണ് ഇത്. വിനയാന്വിതനായി കഴുതയുടെ പുറത്ത് ഇതാ രാജാതിരാജൻ എഴുന്നള്ളുന്നു. അങ്ങനെ ആ എഴുന്നള്ളത്ത് ബലിമൃഗമാകാൻ വേണ്ടിയിട്ടാണ്, ബലിയായി മാറാൻ വേണ്ടിയിട്ടാണ്. ആ ബലിയിലൂടെ അനേകർക്ക്, ലോകത്തിന് മുഴുവൻ മോചനദ്രവ്യമായി തന്നെ നൽകാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഈശോയുടെ രാജകീയ പ്രവേശനം. അച്ഛാ, നമ്മുടെ നാട്ടിൽ ഓശാനയുടെ ഒരുക്കായിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന പതിവുണ്ടല്ലോ, മെയിനായിട്ടും കൊഴുക്കട്ട. അപ്പം അതിനെന്തെങ്കിലും ആത്മീയ അർത്ഥമുണ്ടോ അച്ഛാ? ഒന്ന് പറഞ്ഞു തരാമോ? അതെ, കോഴിക്കോട്ട ഈ കുഞ്ഞുനാളിൽ ഈ വലിയാഴ്ചയ്ക്ക് കടക്കണതിന് മുമ്പ് ഈ കോഴിക്കോട്ട അത് ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും. കാരണം അതൊരു നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലത്ത് തോന്നുന്നു, എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. നമ്മൾ പിന്നെ മലയാളികൾ എവിടെ പോയാലും ഈ ഒരു നമ്മുടെ വിശ്വാസികളായ മലയാളികൾ ഈ കോഴിക്കോട്ട ഉണ്ടാക്കി അതങ്ങനെ കൊടുക്കുക. ഞങ്ങളുടെ ഇവിടെ പള്ളിയിലും അച്ഛന്മാർക്കൊക്കെ കോഴിക്കോട്ട കൊണ്ട് തരുന്ന പരിപാടിയൊക്കെ ഉണ്ട്. നിങ്ങളങ്ങനെ അച്ഛന്മാരെ കൊടുത്തോണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ, അപ്പോൾ അതൊരു നല്ലൊരു പലഹാരമാണ്. പക്ഷേ അത് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നാണ്. ഈ കൊഴു എന്ന് പറഞ്ഞാൽ എന്താണ് കേട്ടണ്ട? മഴു എന്നാണ് അർത്ഥം. കൊഴു എന്നാൽ മഴു. അപ്പോൾ മഴു എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? മുറിക്കാൻ, അല്ലേ?
മഴു കേട്ടല്ലേ മഴു? മഴു നമ്മൾ ഇരിക്കുന്ന ഇരിപ്പുണ്ട കേൾക്കാത്ത പോലെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ മഴു നമ്മളിങ്ങനെ മുറിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ അതുപോലെ ഈ കൊഴു എന്ന് പറഞ്ഞാൽ മഴു എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കൊഴുക്കട്ട, അപ്പോൾ അത് മുറിക്കുന്ന എന്തോ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വാചകത്തിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം. ഓക്കെ. പക്ഷെ നമ്മൾ ഈ നോമ്പ് കാലത്ത് എന്തിനാണ് ഇങ്ങനെ ഈ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്? കാരണം അതല്ല മധുരമുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു നോമ്പ് വീടലാണ്, ഒരു മിനി നോമ്പ് വീടൽ എന്ന് നമുക്ക് പറയാം. ശരിക്കും നമ്മുടെ നോമ്പ് വീടുന്നത് എന്താണ്? ഈസ്റ്ററിൻ്റെ അന്നാണ്. ഓക്കെ. പക്ഷേ ഈ വലിയ ആഴ്ചയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് 41-ാം ദിനം, ഇപ്പം നമ്മൾ നോമ്പ് തുടങ്ങി 41-ാം ദിനം ആണ് ഈ ഒരു കൊഴുക്കട്ട നോമ്പ് വീടൽ. അത് സൂചിപ്പിക്കുന്നത് എന്തിനായിരിക്കും? 40 ദിനങ്ങൾ അല്ലേ? 41-ാം ദിനം എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് 40 ദിനങ്ങൾ. ഈ 40 ദിനങ്ങളുള്ള ഈശോയുടെ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ജാഗരണം നമുക്ക് അറിയാലോ. ആ ദിനങ്ങൾ കഴിഞ്ഞ് ഈശോയുടെ ഉപവാസം മുറിച്ചു, ഇപ്പോൾ നോമ്പ് വീടി എന്ന് നമ്മൾ പറയില്ലേ? അതാണ് ഈ നോമ്പ് കാലത്ത് വലിയ ആഴ്ചയിൽ പ്രവേശിക്കുന്നതിന് മുൻപുള്ള ഒരു മധുരം. അപ്പോൾ ഈശോയുടെ നോമ്പ് വീടിയതിൻ്റെ ഓർമ്മ, അതാണ് നമ്മൾ വിശ്വാസികൾ ഈ 40 ദിവസം കഴിഞ്ഞിട്ട് 41-ാം നാൾ ഈ കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിലൂടെ നമ്മൾ ആചരിക്കുന്നത്. അതിൻ്റെ ആത്മീയർത്ഥം അത് മാത്രമല്ല, നോമ്പ് ശരിക്കും നമ്മൾ അങ്ങോട്ട് വീടല്ലല്ലോ, ഈശോയുടെ കഷ്ടകാല ആഴ്ച എന്നാണ് നമ്മൾ പറയുക, പീഡാനുഭവ ആഴ്ച. അപ്പോൾ പീഡാനുഭവ ആഴ്ചയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കം അത് മധുരമാണ്. അത് മധുരമാകുന്ന എന്തുകൊണ്ട്? കാരണം ഈശോയുടെ പീഡാനുഭവത്തിലൂടെ നമുക്ക് കിട്ടിയത് കയ്പല്ല. എന്തായിരുന്നോ കയ്പ്, അതിനെ ഈശോ മാധുര്യമാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഈശോ തൻ്റെ പീഡാനുഭവത്തിലൂടെ മാധുര്യമാക്കി നമുക്ക് തന്ന രക്ഷയെ നമ്മൾ ഒരു മുന്നാസ്വാദനത്തിലൂടെ ആസ്വദിക്കുന്നതാണ് ഈ ഒരു കൊഴുക്കട്ടയുടെ മധുരം. അത് അതിൻ്റെ ഒരു ആത്മീയർത്ഥം. പിന്നെ മറ്റൊരു പാരമ്പര്യങ്ങളാണ്. ഇതിനൊക്കെ പാരമ്പര്യം പറയുന്നത് ഈശോയെ ഏറ്റവും അധികം സ്നേഹിച്ചൊരു കുടുംബമുണ്ട് ബഥാനിയയിലെ. ആരുടെ കുടുംബമാണത്? ലാസറിൻ്റെ കുടുംബം. അപ്പോൾ ലാസറിൻ്റെ കുടുംബത്തിൽ ഈശോ ചെന്നപ്പോൾ ഈശോയെ സൽക്കരിക്കാൻ പെങ്ങന്മാർ, മർത്തയും മറിയവും പെങ്ങന്മാർ ഉണ്ടാക്കിയ പലഹാരത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ഒരു കൊഴുക്കട്ട എന്ന് പറയുന്നത്. അതൊരു പാരമ്പര്യം. അതിനുശേഷമാണല്ലോ ഈശോയുടെ ജെറുസലേം യാത്ര വരുന്നത്. ഓക്കെ. അപ്പോൾ ഈശോ സ്നേഹിക്കുന്നവരുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളങ്ങനെയാണോ? സ്നേഹിക്കുന്നവരുടെ കൂടെ ആയിരിക്കാനല്ല നമുക്കിഷ്ടം. അപ്പോൾ ഈശോയുടെ ആ ഒരു സ്നേഹ സൗഹാർദ്ദം, അത് ഈ പെങ്ങന്മാർ പ്രകടിപ്പിച്ചത്, ഈശോയോടുള്ള സ്നേഹ സൗഹാർദ്ദം പ്രകടിപ്പിച്ചത് ഈ പലഹാരം ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കുന്നതിലൂടെ ഈശോയുമായിട്ടുള്ള സ്നേഹ സൗഹാർദ്ദം ഉറപ്പിക്കുന്നു. മറ്റൊരു പാരമ്പര്യം പറയുന്നതാണ്, അവനെ എറിയാൻ അവർ കല്ലുകൾ എടുത്തു. അപ്പോൾ കർത്താവിനെ എറിയാനെടുത്ത കല്ലുകളെ സൂചിപ്പിക്കുന്നു. അപ്പോൾ കർത്താവിനെ എറിയാനെടുത്ത കല്ലുകളെ നമ്മളിങ്ങനെ ഉരുട്ടി അതിൻ്റെ ഉള്ളിൽ മധുരമൊക്കെ വെച്ച് അങ്ങനെ ഞം അങ്ങനെ കഴിക്കുമ്പോൾ അതിലെന്തുമാത്രം ശരിയുണ്ട് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഒന്നോർക്കണം, കുരിശിലെ ഏറ്റവും വലിയ സഹനം, ആ കുരിശിനെ ഇന്ന് നമ്മൾ സഹനത്തിൻ്റെ അടയാളമായിട്ടല്ല കാണുന്നത്, പിന്നെയോ രക്ഷയുടെ അടയാളമായിട്ടാണ്. സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ 50 തിരുനാൾ ആഘോഷിക്കാത്ത വല്ല ഇടവകളിലും നാട്ടിലുണ്ടോ? അപ്പം നമ്മൾ മലയാളി വിശ്വാസികൾ എവിടെ പോയാലും ഈ ഒരു തിരുനാളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ ശരീരത്തിൽ തറച്ച അമ്പുകൾ നമ്മൾ താലത്തിൽ ഏന്തി കൊണ്ടു നടക്കുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ അമ്പുകൾ അതൊരു പുണ്യവാന രക്തസാക്ഷിത്വത്തെ ഓർമ്മിപ്പിക്കുന്നു. അത് ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? കയ്പല്ല, മധുരം. KP അപ്പൻ എഴുതിയൊരു പുസ്തകം ഉണ്ടല്ലോ പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ്, മധുരം നിൻ്റെ ജീവിതം. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളൊക്കെ മധുരമാകേണ്ടതാണ്, ശ്രേഷ്ഠമാകേണ്ടതാണ്, രക്ഷണീയമാകേണ്ടതാണ് എന്ന് നമ്മളെ ഈ നോമ്പ് കാലത്തിൻ്റെ ഒരു മിനി നോമ്പ് വീടലിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ കൊഴുക്കട്ട. ഓക്കെ. അപ്പം ഈ കൊഴുക്കട്ട തിന്നുമ്പോൾ ആ മധുരം ഇങ്ങനെ നുണഞ്ഞാൽ മാത്രം പോരാ, എൻ്റെ വായിൽ വെള്ളമൊക്കെ വരണ്ടേ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്, നമുക്ക് രക്ഷ, അതാണ് ഏറ്റവും മാധുര്യം. ആത്മാവിൻ്റെ രക്ഷയാണ് മാധുര്യം. അച്ഛ, ഈ ഓശാന ഞായറാഴ്ച അച്ഛനും ഞങ്ങൾ നേഴ്സുമാരോടും ശാലോം പ്രേക്ഷകരോടും പറയാനുള്ള സന്ദേശം എന്താണ്? ഒരു ഓശാന സന്ദേശം, അതാണ് ഉദ്ദേശിക്കുന്നത്. യെസ്, നമ്മൾ എല്ലാ വർഷവും നമുക്ക് ഈ ഒരു വലിയ ആഴ്ച, അതിൻ്റെ ഒരുക്കമായിട്ടുള്ള ഓശാന ദിനം, എനിക്ക് നേഴ്സുമാരോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഈ ഓശാന ദിനത്തിൽ നിങ്ങൾ ഈ കുരുത്തോല കൈകളിലേന്തും.
അപ്പോൾ നമ്മൾ ഈ കുരുത്തോല കൈകളിൽ എന്തിയിട്ട് നമ്മൾ ഈശോയ്ക്ക് ആർപ്പ് വിളിക്കുകയാണ്. ശരിക്കും ഒരു ആർപ്പ് വിളിയാണല്ലോ അത്, ഒരു വരവേൽപ്പാണ്. പിന്നെ ഓശാന കുരുത്തോല പിടിച്ച് നമ്മളിങ്ങനെ ആർപ്പ് വിളിക്കുമ്പോൾ ശരിക്കും നിങ്ങൾ നേഴ്സുമാരാണെങ്കിലും ഇപ്പോൾ ശാലോം പ്രേക്ഷകരാണെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഒരു ജെറുസലം നിവാസികളെ ആ ഒരു മനോഭാവം വരാം. പക്ഷെ അതിനൊക്കെ ഉപരിയായി ഞാനിതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് സെൻ്റ് ആൻ്റണി പാദുവ കത്തോലിക്ക പള്ളിയിൽ നിന്നാണ്. അപ്പോൾ അവിടെ അന്തോണീസ് പുണ്യാളൻ്റെ നാമധേയത്തിലാണ് എല്ലാ ചൊവ്വാഴ്ചയും അവിടെ അന്തോണീസ് പുണ്യാളൻ്റെ നൊവേനയുണ്ട്. ആ നൊവേനയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്, ഉണ്ണിയെ വഹിച്ചിടുന്ന ധന്യമാം കരങ്ങളാലേ. അതായത് അന്തോണീസ് പുണ്യാളെങ്ങനെ ഉണ്ണിയെ, അപ്പം വിശുദ്ധ ഗ്രന്ഥം കരങ്ങളെടുക്കുന്നു, അതിനു മുകളിൽ ഉണ്ണീശോ ഇരിക്കുന്നു. അപ്പോൾ ആ ഉണ്ണിയെ കരങ്ങളിലേന്തി, വിശുദ്ധ ഗ്രന്ഥം കരങ്ങളിലേന്തുന്ന അന്തോണീസ് പുണ്യാളൻ്റെ രൂപം നമുക്കറിയാമല്ലോ. അപ്പോൾ അതെല്ലാം മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു പാട്ടെഴുത്ത് തന്നെ വന്നിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ വിണ്ണിലെ അനുഗ്രഹത്തെ മണ്ണിലെന്നും പൊഴിക്കണേ. അപ്പോൾ ഉണ്ണിയെ കരങ്ങളിലേന്തിയ ആ കരങ്ങൾ കൊണ്ട് വിണ്ണിലെ അനുഗ്രഹത്തെ മണ്ണിൽ പൊഴിക്കണം. അതാണ് വിശുദ്ധൻ്റെ മധ്യസ്ഥം. നമ്മൾ ഈ കുരുത്തോലൊക്കെ കൈകളിലേന്തിയ നമ്മൾ, നിങ്ങൾ ശുശ്രൂഷ എന്താണെന്ന് പറഞ്ഞ നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ രോഗികളെ നിങ്ങളെ ഈ കുരുത്തോല എടുത്ത ഈ കരങ്ങൾ കൊണ്ടാണ് നിങ്ങൾ രോഗികളെ ശുശ്രൂഷിക്കുന്നത്. നിങ്ങളെ വീടുകളിൽ ശുശ്രൂഷ, നിങ്ങൾ എന്ത് ശുശ്രൂഷ ചെയ്താലും നിങ്ങളുടെ ഈ കരങ്ങൾ കുരുത്തോല എടുത്ത കരങ്ങളാണ്. കുരുത്തോല എന്ന് പറയുന്നത് വെറുതെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരും കൊടി പിടിച്ച് അർമാദിക്കും. രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ആർത്ത് അട്ടഹസിച്ച് ഉല്ലസിച്ച് അർമാദിക്കും. പക്ഷെ നമ്മൾ കുരുത്തോല പിടിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിക്കാർ കൊടി പിടിക്കണ പോലെയല്ല. നമ്മൾ കുരുത്തോല പിടിക്കുന്നത് ഈശോയെ രക്ഷകനായിട്ട് ഏറ്റുപറയുന്നതാണ്. അത് ഈശോ രക്ഷകനാണ് എന്ന് നമ്മൾ ഏറ്റുപറയുന്നതിൻ്റെ അടയാളമാണ്. അപ്പോൾ കുരുത്തോല വഹിച്ച കരങ്ങൾ എന്ന് പറയുമ്പോൾ അർത്ഥം ഈശോയെ രക്ഷകനായിട്ട് ഏറ്റുപറഞ്ഞവൻ്റെ കരങ്ങൾ എന്നാണ്. ശരിക്കും അന്തോണീസ് പുണ്യാളൻ ഉണ്ണീശോയെ കരങ്ങളേന്തി ആ അന്തോണീസ് പുണ്യാളനിലൂടെ അത്ഭുതങ്ങൾ ഈ മനുഷ്യരിലേക്ക് എത്തണമെന്ന് നമ്മൾ പാടുമ്പോൾ അത് തന്നെയല്ലേ ശരിക്കും നമ്മൾ കുരുത്തോല പിടിച്ച കരങ്ങൾ രോഗികളെ ശുശ്രൂഷിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. മനസ്സിലുണ്ടാവേണ്ട ഒരൊറ്റ പദം മതി, വേറെ പാട്ടൊന്നും വേണ്ട, ഒരൊറ്റ പദം. ആ പദം ഓശാനയാണ്. രക്ഷിക്കണേ. ആരെ രക്ഷിക്കണമെന്നാണ് നമ്മൾ പറയണേ? ഞങ്ങളെയല്ല, എന്നെ അപ്പനപ്പന പുട്ടടിയല്ല ഇത്. നമ്മൾ പറയുന്നത് ആരെയാണ്? നിങ്ങൾ ഏത് രോഗിയെ ശുശ്രൂഷിക്കുമ്പോഴും പറയണത് ഓശാന, കർത്താവെ രക്ഷിക്കണം, ഈ രോഗിയെ നീ രക്ഷിക്കണം. കുരുത്തോല പിടിച്ച കരങ്ങൾ കൊണ്ട് ദൈവമേ വിണ്ണിൽ നിന്നും സൗഖ്യം ഈ മണ്ണിലേക്ക് ഇറങ്ങണം, വിണ്ണിൽ നിന്നും അത്ഭുതങ്ങൾ ഈ മണ്ണിലേക്ക് ഒഴുകണം. അപ്പോൾ ഓശാന വിളിച്ച അധരങ്ങൾ കൊണ്ട്, കുരുത്തോല പിടിച്ച കരങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ ശുശ്രൂഷ, അനുദിന ശുശ്രൂഷ ചെയ്യുന്നത് ഇതാണ്, വിണ്ണിലെ അനുഗ്രഹങ്ങൾ മണ്ണിലേക്ക് ഒഴുക്കണം. അപ്പോൾ കുരുത്തോല നമുക്ക് വെറും ഓലയല്ല, കുരുത്തോല നമുക്ക് കരുത്താണ്. കുരുത്തോല നമ്മുടെ കരുത്താകുന്നു. ഓശാന നമുക്ക് വെറുതെ ഒരു മന്ത്രമല്ല, അത് നമ്മുടെ ആത്മമന്ത്രമാണ്, അതൊരു ആത്മനാദമാണ്. അതായത് എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുന്ന പരിശുദ്ധമ്മ പറയണല്ലേ, അത് തന്നെയാണത്. ഓശാന മന്ത്രണം എൻ്റെ ആത്മമന്ത്രണമാണ്, എൻ്റെ ആത്മനാദമാണ്. കുരുത്തോല എനിക്ക് കരുത്താണ്, എൻ്റെ വിശ്വാസത്തിൻ്റെ ഇരുത്തമാണ്. അവിടെയാണ് കാര്യം, എൻ്റെ വിശ്വാസത്തിൻ്റെ ഇരുത്തം. അപ്പോൾ ഇരുത്തം വന്നവരുടെ ഒരു ഉല്ലാസ ഗീതിയായിട്ടും നമുക്ക് ഈ ഒരു ഓശാന ഗീതികളെ കാണാം. അപ്പോൾ എന്നെ ശ്രവിക്കുന്ന പ്രേക്ഷകരോടും ലോകത്തുള്ള എല്ലാ നേഴ്സുമാരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മന്ത്രം ഓശാന മന്ത്രമാണ്. നമ്മുടെ കരുത്ത് കുരുത്തോല കരുത്താണ്. നല്ലൊരു ഓശാന ദിനവും നല്ലൊരു പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഉയർപ്പ് ഞായറും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓശാന തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ബഹുമാനപ്പെട്ട ജോയി അച്ഛനിലൂടെ നാം കേട്ടതുപോലെ
ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഓശാന പാടുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.